കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയുടെ ആവശ്യപ്രകാരം സുനന്ദയെ ചോദ്യം ചെയ്യാനായി CI അവളുടെ വീട്ടിലെത്തുന്നുണ്ട്. CI ചോദിക്കുമ്പോൾ സുനന്ദ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളെല്ലാവരെയും ഞാൻ പിടിച്ച് ജയിലിലിടും എന്ന് CI പറയുന്നുണ്ട്. പിന്നീട് CI ധനയനോടായി താനല്ലേ ഈ കുട്ടിയുടെ പേരിൽ കള്ളൊപ്പിട്ട് കള്ളക്കേസുണ്ടാക്കിയത്, നടക്കടോ എന്നും പറഞ്ഞ് പോലീസുകാർ ധനയനെ പിടിച്ച് കാറിൽ കയറ്റുമ്പോഴേക്കും ലളിതയും സാറേ എൻ്റെ ധനയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് പുറകെ ഓടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുകയാണ് സുനന്ദ. ലളിത പറയുന്നതൊന്നും കാര്യമാക്കാതെ പോലീസുകാർ ധനയനെ കൊണ്ട് പോകുന്നുണ്ട്. ലളിതയുടെ വിഷമം കണ്ട് ഗംഗാധരൻ നീ വിഷമിക്കാതിരിക്കെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ധനയനെ ചോദ്യം ചെയ്യുകയാണ് CI. എടോ, തൻ്റെ കള്ള കേസിൻ്റെ പേരിലാണ് ഞാൻ ഇവരെ പിടിച്ച് അകത്തിട്ടെ. ഈ കേസിൽ ഇവർ അകത്തായാൽ നാളെ പുറത്തിറങ്ങുന്ന തൻ്റെ മകളെക്കുറിച്ച് നാട്ടുകാർ എന്തു പറയുമെടോ? പിന്നീട് നിധിയെ നോക്കിക്കൊണ്ട് ഈ കുട്ടി വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്കിതൊന്ന് അന്വേഷിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഈ പാവങ്ങൾ അകത്ത് കിടന്നേനെ. അതിൻ്റെ മാനക്കേട് താനും കൂടി അനുഭവിക്കേണ്ടി വന്നേനെ. എടോ ധനശേഖര, കുടുംബത്തിനു വേണ്ടി ധനം ശേഖരിക്കൽ മാത്രമല്ല ഒരാളുടെ ജോലി. കുടുംബത്തെ എല്ലാ നാണക്കേടിൽ നിന്നും മാനക്കേടിൽ നിന്നും സംരക്ഷിക്കലും ഒരാളുടെ കടമയാണ്. കുടുംബങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? താനൊരച്ഛനാണോ എന്ന് CI ചോദിക്കുമ്പോൾ, സാറേ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചതോ, അതിന് സാറിന് കേസെടുക്കാലോ എന്ന് ധനയൻ പറയുമ്പോൾ, അതിനു മുന്നേ താനും തൻ്റെ ഭാര്യയും കൂടി ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇവനെ തല്ലിയില്ലേ, അപ്പോൾ അതിന് കേസെടുക്കണ്ടേ? അടിപിടി കേസാണെങ്കിൽ അതിനായിരിക്കണം കേസ് കൊടുക്കേണ്ടത്, അല്ലാതെ മകളെ വെച്ചല്ല ഓരോ കേസുണ്ടാക്കേണ്ടത് എന്ന് CI പറയുമ്പോൾ ധനയൻ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് CI എല്ലാവരോടുമായി കുടുംബങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരണം, അതിനാ പോലീസ് എന്ന് പറഞ്ഞ് സുഭാഷിനോടായി നിങ്ങൾ 4 പേരും പുറത്തു പോയി ഒപ്പിട്ട് പോയിക്കോ, ഇയാൾ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ധനയൻ അയ്യോ സാറേ എന്ന് പറഞ്ഞ് CIയുടെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് CIയും അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിധിയും സുഭാഷുമെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും സുഭാഷിൻ്റെ പണിക്കാരനായ ബായിയും ചന്തുവും അവരെ കത്തവിടെ നിൽപ്പുണ്ട്. നീ ഇന്ന് പണിക്ക് പോയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവിടുന്ന് വരുന്നേ എന്ന് അയാളും പറയുന്നുണ്ട്. ജാമ്യം എടുക്കണമെന്ന് അറിയില്ലല്ലോ ഏട്ടാ, അത് സംസാരിച്ച് നിൽക്കായിരുന്നു എന്ന് ചന്തു പറയുമ്പോൾ നിങ്ങളോടാരാ പറഞ്ഞേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചേട്ടൻ്റെ അച്ഛൻ ഭാസ്കരേട്ടൻ പറഞ്ഞതാ എന്ന് ചന്തു പറയാണ്. കണ്ടില്ലേ, ഇതും അയാൾക്കൊരു അന്തസ്സാ. എന്നെപ്പോലെ എൻ്റെ മക്കളും ജയിലിലൊക്കെ കയറി ഇറങ്ങാമെന്ന് പറഞ്ഞ് നടക്കാൻ ഇതിപ്പോൾ നാട് മുഴുവൻ പാട്ടായിട്ടുണ്ടാവും എന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നീ അത് വിടടാ എന്ന് ഹരീഷിനോടായി പറഞ്ഞ് സുഭാഷ് മോളൊരു പച്ചപ്പാവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് മോളുടെ മിടുക്കുകൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത് വാ എന്നും പറഞ്ഞ് നിധിയെയും കൂട്ടി സുഭാഷ് പോകുമ്പോഴേക്കും സുധീഷ് അവിടെ തന്നെ നിന്ന് ദൈവമേ ഈ ബുദ്ധി സ്വന്തം കാര്യത്തിൽ പ്രയോഗിക്കാൻ അവൾക്ക് തോന്നല്ലേ, എന്നെ രക്ഷിക്കണേ എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് 2 ഓട്ടോകളിലായി അവരെല്ലാവരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നിധി ഓട്ടോയിൽ നിന്നിറങ്ങി ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് നീങ്ങുമ്പോഴേക്കും സുഭാഷ് അവളെ പുറകിന്ന് വിളിച്ച് മോള് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്ത് കഷ്ടപ്പാടാ സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ അത് ശരിയാ, ഏട്ടത്തി വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ അകത്തായേനെ എന്ന് നികേഷും പറയുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങളെ എങ്ങനെ അകത്തിടാനാടാ? ചോദ്യം ചെയ്തപ്പോൾ തന്നെ CIക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ എന്തായാലും പുറത്തു വരുമായിരുന്നു എന്ന് നിധി പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചേനെ, പക്ഷേ ഇത്ര പെട്ടെന്ന് എന്തായാലും നടക്കില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ കാരണം ഏട്ടത്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, പോലീസ് സ്റ്റേഷനിലും കയറേണ്ടി വന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടാ ഹരീഷേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ കയറുന്നേ. നിങ്ങളെ പോലീസ് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ആകെ ടെൻഷനിലായത്, ഇപ്പോൾ ഞാൻ റിലാക്സായി എന്ന് നിധി പറയുമ്പോൾ പക്ഷേ ഞങ്ങൾക്കിതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വരുന്നത്, അത് മോളാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് CIയും കൂട്ടിക്കൊണ്ടുപോയി സത്യങ്ങളൊക്കെ തെളിയിച്ചില്ലേ, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് സുധീഷും പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചത് സുനന്ദയാ. പോലീസിനെയും കൂട്ടി ഞാൻ പോയപ്പോൾ സത്യങ്ങളൊക്കെ പറഞ്ഞത് അവളല്ലേ. അവൾ ആ സമയത്തൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ കുഴങ്ങിയേനെ. ഈ കാര്യവും പറഞ്ഞ് അവളെ അവർ എന്തുമാത്രം അടിച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സുനന്ദ ഇങ്ങോട്ട് വരുന്നതാ, അവളല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്ന് ഹരീഷ് പറയുമ്പോൾ അത് ശരിയാ, ഞങ്ങളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ സുനന്ദ വന്നോ? പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൾക്ക് സത്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ? എന്തിന്? ഫോൺ വിളിച്ചപ്പോൾ പോലും അവളൊന്നും സംസാരിച്ചില്ലല്ലോ. ഇയാൾ CIയും കൂട്ടി അവിടെ പോയി സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര വേഗം പുറത്തിറങ്ങിയത്. അതിൻ്റെ ക്രെഡിറ്റ്
വേറെ ആർക്കും കൊടുക്കണ്ട, ഇയാൾ തന്നെ എടുത്താൽ മതി എന്ന് സുധീഷും പറയുന്നുണ്ട്. എൻ്റെ അവസ്ഥയല്ല അവളുടേത്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിലാണ് അവൾ. അവളുടെ വീട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൾ പോലും കരുതിയിട്ടില്ല എന്ന് നിധി പറയുമ്പോൾ അത് ശരിയാ, അതൊരു പാവം പെണ്ണ, അവരവളെ തല്ലിക്കൊല്ലാറാക്കിയിട്ടുണ്ടാവും എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എപ്പോഴും അവളെ പാവം പാവം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ അവൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ എന്ന് സുധീഷ് സുനന്ദയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും അതിനില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് ശരിയാ, ഇത്രയും കാലം സുനന്ദേച്ചിയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും പോയി എന്ന് നികേഷും പറയാണ്. ശരി, അതൊക്കെ വിട്, ഈ പ്രശ്നം ഇവിടെ തീരണം. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നിനും നിൽക്കരുത്. എന്താ കേട്ടില്ലേ, ഉത്തരം പറ എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷും സുധീഷും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, പോലീസ് ഇടപെട്ട കേസാ, ഇനി നിങ്ങൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വലിയ ഇഷ്യൂ ആവും, അതുകൊണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടല്ലോ എന്ന് നിധി പറയുമ്പോഴേക്കും ഉത്തരവ് മാഡം എന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ശരിയെന്ന് ഹരീഷും സമ്മതിക്കാണ്. അങ്ങനെ നിധി എല്ലാവരെയും കൂട്ടി വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുനന്ദയുടെ വീട്ടിൽ അവളെ തല്ലി ചതയ്ക്കുകയാണ് അവളുടെ അമ്മ ലളിത. എടി, ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തന്നിട്ടല്ലേ പുറത്തേക്ക് കൊണ്ടുപോയത്, നിന്നെ തല്ലുകയല്ല കൊല്ലുകയാ വേണ്ടത്, അശ്രീകരം എന്നും പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ഇനിയും തച്ചാൽ ഞാൻ ചത്തുപോകും എന്ന് സുനന്ദ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. മിണ്ടിപ്പോയരുത്, അവനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ ഒറ്റുകൊടുക്കുമ്പോൾ നീ ഞങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ചോടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് എന്ന് ധനയൻ പറയുമ്പോഴേക്കും എന്തു പറയണമെന്ന് പറഞ്ഞിട്ടല്ലേടി ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്, പോലീസുകാരെ കണ്ടപ്പോൾ നിനക്ക് അവനെ ഓർമ്മ വന്നോ, അതുകൊണ്ടാണോ എല്ലാം മാറ്റി പറഞ്ഞത് എന്ന് അവളുടെ അമ്മ ലളിതയും ചോദിക്കുന്നുണ്ട്. നിനക്ക് നിൻ്റെ അച്ഛനേക്കാൾ വലുതായോ അവൻ എന്ന് ഗംഗാധരൻ മാമൻ ചോദിക്കുമ്പോഴേക്കും അന്യനാട്ടിൽ കിടന്ന് നിൻ്റെ അച്ഛനെ കഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് വേണ്ടിയാ, നീ അതൊന്ന് ആലോചിച്ചോടി എന്ന് ലളിതയും ചോദിക്കുന്നുണ്ട്. മോളെ, നിന്നെ ഞാൻ എൻ്റെ അനുജത്തിയുടെ മോളായിട്ടല്ല സ്വന്തം മോളായിട്ടാണ് കണ്ടത് എന്ന് ഗംഗാധരൻ മാമൻ പറയുമ്പോഴേക്കും സിയയുടെ മുന്നിൽ വെച്ച് നിനക്ക് ഞാൻ തീരുമാനിച്ച കല്യാണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് നീ കരുതിയോടി, ചെറുക്കൻ്റെ വീട്ടുകാരെ ഇന്നൊന്ന് വന്നു പോട്ടെ, എന്നെ സ്റ്റേഷനിൽ കയറ്റിയതിനുള്ളത് ഞാൻ എന്നിട്ട് തരാം എന്ന് ധനയനും പറയുന്നുണ്ട്. പെട്ടെന്ന് അയാൾക്ക് ഫോൺ വന്ന് അയാൾ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട്. ആർക്കോ വഴി പറഞ്ഞു കൊടുത്തതിന് ശേഷം ഗംഗാധരനോടായി അളിയ അവർ പുറപ്പെട്ടു, 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ലളിതയോടായി ദേ അവരുടെ മുന്നിൽ ഇവളെ കരഞ്ഞു നിലവിളിച്ച് നിന്നാൽ സത്യമായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ജയിലിൽ പോവും, അത് നിൻ്റെ മോളെ തീർത്തിട്ടായിരിക്കും, അതുകൊണ്ട് നിൻ്റെ മോൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വാ അളിയ എന്നും പറഞ്ഞ് ഗംഗാധരനെ വിളിച്ചുകൊണ്ട് ധനയൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ലളിത സുനന്ദയോടായി എടി എന്തിനാടി ഇങ്ങനെ കരയുന്നേ, നിൻ്റെ അമ്മ ചത്താപ്പോലും നീ ഇങ്ങനെ കരയില്ലല്ലോ, അച്ഛൻ പറഞ്ഞത് നീ കേട്ടല്ലോ, പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തിയതുപോലെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ അച്ഛനായിരിക്കില്ല നിന്നെ തീർക്കുന്നത്, ഞാനായിരിക്കും, കേട്ടല്ലോ, പോയി ചെന്ന് മുഖം കഴുകടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. സുനന്ദയും സങ്കടം സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്ന് കരയാണ്. പിന്നീട് നിധി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. നിധി ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് പറയുമ്പോൾ എന്നോടിപ്പോഴും ദേഷ്യമുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞോളൂ എന്ന് നിധി പറയുമ്പോൾ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് കരുതി എത്ര നാളായി, എപ്പോഴും ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഫോൺ വിളിക്കുന്നത് കണ്ട് ഒരു പ്രശ്നമാവണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ വിളിക്കാതെ എന്ന് പറയുമ്പോഴേക്കും നിധി അത് സാരമില്ല എന്ന് പറയുന്നുണ്ട്. അന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് നോട്ട് അയച്ചിരുന്നു എന്ന് സാന്ദ്ര പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. സോറി നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ അതൊന്നും സാരമില്ല ഏട്ടത്തി, അത് വിട്ടേക്ക് എന്ന് നിധിയും പറയുന്നുണ്ട്. കുറേ ദിവസമായി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു, ചോദിച്ചോട്ടെ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. നിധി സമ്മതം മൂളുമ്പോൾ സാന്ദ്ര സൂര്യൻ നിനക്ക് ഇഷ്ടമില്ല എന്നുള്ള കാര്യം ശരി തന്നെ, പക്ഷേ സുധീഷിനെ നിനക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. അതിന് സുധീഷിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞോ എന്ന് നിധി ചോദിക്കുമ്പോൾ അപ്പോൾ കല്യാണം എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊരു ആക്സിഡൻറ്റ് മാരേജാ എന്ന് നിധി പറയുമ്പോൾ എന്ന് വച്ചാൽ എന്ന് സാന്ദ്രയും അതൊരു കഥയാ ഏട്ടത്തി എന്ന് നിധി പറയുമ്പോൾ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ, നീ പറ നിധി, സുധീഷിനെ നീ വിവാഹം കഴിക്കാൻ എന്തായിരുന്നു കാരണം, അവനോടൊപ്പം നീ ഓടിപ്പോയത് എന്തിനാ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ സുധീഷിനൊപ്പം ഇറങ്ങി വന്നതല്ല ഏട്ടത്തി, സൂര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അപ്പോൾ എൻ്റെ ഡ്രൈവറായി സുധീഷും ഉണ്ടായിരുന്നു, അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൂര്യ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞ് നിധി അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്.
എനിക്കന്ന് തോന്നിയതൊക്കെ ഞാൻ സൂര്യയെ പറഞ്ഞു. ഞാൻ പുറത്തെവിടെയോ ആണെന്ന് അവന് മനസ്സിലായി. പിന്നെ പറയണ്ടല്ലോ. സൂര്യ പറഞ്ഞതനുസരിച്ച് വീട്ടുകാർ അവരെ പിടികൂടാൻ വരുന്നതും അവർ പോലീസ് സ്റ്റേഷനിലെത്തി വിവാഹം കഴിക്കുന്നതുമൊക്കെ നിധി ഓർത്തുകൊണ്ട് സാന്ദ്രയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നീ ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, അല്ല ഏട്ടത്തി, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സുധീഷിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഒന്നോർത്താൽ അയാളുടെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയില്ലേ എന്ന് നിധി പറയുമ്പോൾ, ഇതൊക്കെ എന്താ നീ ഞങ്ങളോട് നേരത്തെ പറയാതിരുന്നേ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എനിക്കൊരു അവസരം തന്നു. എപ്പോഴെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ആ അരപ്പിരി സൈക്കോയെ എൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ എപ്പോഴും നിങ്ങൾ നോക്കുന്നത്? ആ സൈക്കോ ആണെങ്കിൽ ഇപ്പോഴും എന്നെ കെട്ടാനായി നോക്കി നടക്കുക. റാസ്കൽ എന്ന് നിധി പറയുമ്പോൾ, അത് ശരിയാ, അയാൾ ഇപ്പോഴും അരുണേട്ടനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാറുണ്ട്. നീ ആഗ്രഹിച്ചത് സ്വന്തമായി ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ലേ? അതിപ്പോൾ നടക്കുന്നുണ്ടോ? അതിനി നീ എന്ത് ചെയ്യും? എത്ര കാലം അവിടെ താമസിക്കാൻ കഴിയും? ജീവിതകാലം മുഴുവൻ സുധീഷിൻ്റെ വൈഫായി അവിടെ ജീവിക്കാനാണോ തീരുമാനിച്ചത് എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ, അയ്യോ അതൊന്നും പറ്റില്ല ഏട്ടത്തി, ഞാനതൊരു കല്യാണമായി വിചാരിച്ചിട്ടേയില്ല. ഇവിടെ കഴിയുന്നിടത്തോളം കാലം എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാവരും എന്നോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. എന്നാലും അധിക കാലം ഞാനിവിടെ നിൽക്കില്ല, ഉറപ്പാ എന്ന് നിധി പറയുമ്പോൾ, എന്തിനാ നിധി വീണ്ടും വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടന്നതുകൊണ്ട് അവരവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതാ. വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലും ഇക്കാര്യം അറിഞ്ഞത് എന്ന് നിധി പറയുമ്പോൾ, എന്താ നിധി ഇതൊക്കെ? ഇത്ര വലിയ കാര്യമൊക്കെ ഇങ്ങനെ സിമ്പിളായി പറയുന്നത്? നിനക്കും ഒരു പക്ഷേ സുധീഷിനും ഇതൊരു വിവാഹമായി തോന്നിയില്ലായിരിക്കാം. പക്ഷേ ലീഗലി നിങ്ങൾ പാർട്ട്ണർമാരായി കഴിഞ്ഞു. നിയമപരമായി തന്നെ ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂ. വേറൊരു നിവൃത്തിയുമില്ലാതല്ലേ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് മൂവ് ചെയ്തേ പറ്റൂ. രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമല്ലേ? ഇത്രയും കാലം ഡിവോഴ്സിന് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? നാളെ നിനക്കൊരു ജീവിതം വേണ്ടേ? അതുപോലെ സുധീഷിനും ഒരു ജീവിതം വേണ്ടേ? രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കണം നിധി. ഇനിയും വൈകിയാൽ നിനക്ക് തന്നെയാ കുഴപ്പം എന്ന് സാന്ദ്ര ഓർമ്മിപ്പിക്കുമ്പോൾ, ശരിയായിട്ടെത്തി, ഞാൻ എത്രയും പെട്ടെന്ന് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് മാത്രമല്ലല്ലോ, സുധീഷിനും ഇതൊരു ആവശ്യമല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. അവൻ്റെ കാര്യം വിട്. ഇതിങ്ങനെ കുറേ കാലം പോയാൽ അവൻ ഈ വിവാഹം തന്നെ മതി എന്ന് തോന്നിയാലോ? ഇനി ഡിവോഴ്സൊന്നും തരില്ല എന്ന് പറഞ്ഞാലോ? നീ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇന്ന് തന്നെ സുധീഷിനോട് സംസാരിക്കേ. എന്നിട്ട് നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് വേണ്ടി മൂവ് ചെയ് കേട്ടോ എന്ന് സാന്ദ്ര പറയുമ്പോൾ, ശരിയേട്ടത്തി, ഞാൻ പെട്ടെന്ന് തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നിധി സുധീഷിനോട് ഇക്കാര്യം സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. സുധീഷൊന്നും പറഞ്ഞില്ല എന്ന് നിധി പറയുമ്പോൾ, എന്തോ പറയാനാടോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഇതൊരു ഫേക്ക് കല്യാണം ആയതുകൊണ്ട് ഇതധിക കാലം തുടർന്നു കൊണ്ടുപോകുന്നത് നല്ലതല്ല. പക്ഷേ ലീഗലി നമ്മൾ മാരീഡ് ആയതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാതെയും പറ്റില്ല എന്ന് നിധി പറയുമ്പോൾ അതായത് ഞാൻ നീയും മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് ഡിവോഴ്സ് വാങ്ങിക്കണം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയുമ്പോൾ, എടോ നമ്മളേതായാലും കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പോൾ ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. മരണം വരെ നീയും ഞാനും ഭാര്യയും ഭർത്താവുമായിരിക്കും. അത് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിച്ചിരിക്കുന്നതും സ്വപ്നം കണ്ട് നിധി ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ദൈവമേ, സ്വപ്നം കണ്ടതുപോലെ സംഭവിക്കോ? ഡിവോഴ്സ് എങ്ങാനും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് ഡോറും തുറന്ന് സുധീഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷിൻ്റെയും അനിയന്മാരുടെയും കൂടെ ഉറങ്ങുകയാണ് സുധീഷ്. നിധി മെല്ലെ പോയി സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സുധീഷ് ആകെ സന്തോഷത്തോടെ, ഈശ്വര എന്തിനാവും വിളിക്കുന്നത്, അതും ഈ രാത്രി ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. വരാന്തയിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് പോയി, എന്താ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, നിധി ഒന്നും മിണ്ടാതെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ കാര്യം അത് തന്നെ. സുധീഷ്, നാളുകൾക്ക് ശേഷം എനിക്ക് നിന്നോടത് പറയാൻ തോന്നുന്നു. ഐ ലവ് യു എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് ഇതെങ്ങനെ പറയും എന്നാവും ചിന്തിക്കുന്നത് എന്ന് സുധീഷും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോടായി, നിധി അങ്ങനെ ഫോർമാലിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ, ഇപ്പോൾ ഇയാൾക്ക് മനസ്സിൽ തോന്നിയില്ലേ, അതങ്ങനെ തന്നെ എന്നോട് പറഞ്ഞാൽ മതി എന്ന് നാണത്തോടെ പറയുന്നുണ്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അന്നൊരു ദിവസം എന്നെ പുറത്ത് കൊണ്ടുപോയില്ലേ എന്ന് നിധി പറയുമ്പോൾ, അന്ന് നമ്മൾ പാർക്കിലൊക്കെ പോയി പുറത്തൊക്കെ കറങ്ങിയിട്ട് വന്നതല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ, നമുക്കെന്നാൽ ഇപ്പോൾ ഒന്ന് പോയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ, എന്ത് ചോദ്യമാണ് നിധി, ഈ സുധീഷ് ജീവിക്കുന്നത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാനല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. ദൂരെ എങ്ങും വേണ്ട, അടുത്തെവിടെയെങ്കിലും മതി എന്ന് നിധി പറയുമ്പോൾ, ആയിക്കോട്ടെ, എന്താ നിധി, മനസ്സിലെന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, എനിക്ക് സുധീഷിനോട് കുറച്ച് സംസാരിക്കണം എന്ന് നിധി പറയുന്നുണ്ട്. എന്നോടോ?
സംസാരിക്കാലോ, എത്ര വേണമെങ്കിലും സംസാരിക്കാലോ എന്ന് സുധീഷ് പറയുമ്പോൾ എന്നാൽ ഞാൻ മൊബൈൽ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. ഈശ്വര, രാത്രി നേരം, പൂർണ്ണ നിലാവ്, തണുത്ത കാറ്റ്, ഐ ലവ് യു എന്ന് പറയാൻ ഇതിലും പറ്റിയ സമയം വേറെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന സുധീഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങൾ